ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ കാതോട് കാതോരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ മീനു ടീച്ചറിനെയും അതുപോലെ തന്നെ എച്ചമ്മിനെയാണ്. അപ്പം എച്ചമ്മ കാര്യങ്ങളൊക്കെ പറയുകയാണ്. അതെ, സത്യം മാഷ് ജയിൽ മോചിതനായി, അയാളെ ജോലിക്ക് തിരിച്ചെടുത്തു എന്ന് പറഞ്ഞു. അയാൾക്കെതിരെ ഇപ്പോൾ ഒരു കേസും ഇല്ല മീനു. അപ്പം ഞെട്ടിപ്പോയി. വിജയശ്രീ ലാളിതനായി അദ്ദേഹത്തെ വരവേൽക്കുന്നത് താൻ കണ്ടല്ലോ അല്ലേ സാർ? വർഷങ്ങളോളം ജയിലിൽ കിടക്കേണ്ടത് അയാൾ ചെയ്ത് തെറ്റ് ചെറുതല്ല സാർ. പിന്നെ എങ്ങനെയാ ഇങ്ങനെ സംഭവിച്ചത്? ഇത്തരം കേസുകളിൽ സ്വാഭാവികമായി എത്ര പേര് ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് മീനു ടീച്ചറെ. കാശും സ്വാധീനമുള്ളവർ ഒത്തുതീർപ്പ് ചർച്ചകളിലൂടെ പല കേസുകളും ഒതുക്കി. ഇപ്പോഴും അത് തന്നെ സംഭവിച്ചു. ഞാൻ അറിഞ്ഞത് ഏതോ ഒരു പെണ്ണിടപെട്ട് നിഹാരയുടെ രക്ഷിതാക്കൾക്ക് ലക്ഷങ്ങൾ നൽകി എന്ന് അറിയാൻ കഴിഞ്ഞത്. അവർ നിർബന്ധിച്ച് നിഹാരയെ കൊണ്ട് മൊഴി മാറ്റി പറയിപ്പിച്ചിരിക്കുകയാണ്. അയാൾ പുറത്തിറങ്ങിയാൽ അതേ നിമിഷം തന്നെ അയാളെ ജോലിയിൽ തിരിച്ചെടുത്തുകൊണ്ടുള്ള ആ ഓർഡറും തിരിച്ചെത്തിയിരിക്കുകയാണ്. അത്രയ്ക്കുണ്ട് അയാളുടെ സ്വാധീനം മീനു ടീച്ചറെ. വേണ്ടി വന്നാൽ ഇനിയിപ്പം മികച്ച അധ്യാപകനുള്ള അവാർഡ് പോലും ചിലപ്പോൾ അയാൾക്ക് കിട്ടിയെന്നിരിക്കും. ഒന്നും പറയാൻ പറ്റില്ല. അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. എന്നിട്ടും അയാൾ ശരിക്കും മാന്യനെ പോലെ വിലസുക. ഇനി നിഹാരയുടെ അച്ഛനും അമ്മയ്ക്കും ലാവിഷായിട്ട് ജീവിക്കാം, അവരും ഹാപ്പി. സത്യത്തിൽ നീതിക്ക് വേണ്ടിയിട്ട് നിലകൊണ്ട താൻ ഒറ്റപ്പെട്ടു. വാളെടുത്തത് വെറുതെ ആയി മീനു ടീച്ചറെ. താൻ ഇനി അതിൻ്റെ പുറകെ ഒന്നും പോകണ്ട. അവനെ ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ലടോ, വിഷമിക്കണ്ട. ഇതൊക്കെ കെട്ടിച്ചമച്ച കമതയാണെന്ന് പറഞ്ഞ് തന്നെ കൊടുക്കാൻ ആ കുട്ടി എന്താണെങ്കിലും കൂട്ടു നിന്നില്ലല്ലോ, അത് തന്നെ ഭാഗ്യം. നിഹാരയോടെ താൻ നന്ദി പറയണം. സർ, ഇതൊക്കെ ഇങ്ങനെ തേച്ച് മാച്ച് കളയാൻ പറ്റുമോ? ചൈൽഡ് ലൈൻ മുന്നിൽ ആ കുട്ടി സത്യം പറഞ്ഞതല്ലേ. ചിലർ വിചാരിച്ചാൽ എല്ലാം കാറ്റിൽ പറത്താൻ കഴിയും. പലതും കാറ്റിൽ പറന്നു പോകുന്നത് നമ്മൾ കണ്ടറിയേണ്ടി വരും. അതിലൊരെണ്ണം കൂടി എന്ന് കരുതിയേച്ചാൽ മതി മീനു ടീച്ചറെ. താൻ വിഷമിക്കാതിരിക്കുക. ഞാൻ പറഞ്ഞില്ലേ, എന്താണെങ്കിലും താൻ ചെന്ന് ജോലിയിൽ ശ്രദ്ധിക്കാൻ നോക്ക് എന്ന് പറഞ്ഞു. എങ്കിലും മീനു ടീച്ചർക്ക് വല്ലാത്ത സങ്കടവും വിഷമവും ഒക്കെ തോന്നി കേട്ടോ. എന്ത് ചെയ്യാനാ? അപ്പം മീനു കുറച്ചു നേരം നിന്നിട്ട് അങ്ങ് പോയി. അപ്പം മീനു ഇങ്ങനെ വരുന്ന വഴിക്ക് കുട്ടികളോട് ചോദിക്കുകയാണ്, നിഹാര വന്നില്ലേ എന്ന് ചോദിച്ചു. കണ്ടില്ല ടീച്ചർ എന്ന് പറഞ്ഞു. കാശി, നിഹാര നിൻ്റെ ഫ്രണ്ടല്ലേ, ഇന്നെന്ത് വന്നില്ലേ എന്ന് ചോദിച്ചു. ഇന്ന് അവൾ സ്കൂളിൽ എത്തിയിട്ടില്ല മിസ് എന്ന് പറഞ്ഞു. ആ കുട്ടിക്ക് എന്താ പറ്റിയതാ? അറിയില്ല മിസ് എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയി. അപ്പം മീനു ടീച്ചർ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ് നിഹാരയെ കാണാൻ എവിടെയായിരിക്കും, നമ്മൾ വന്നു കാണോ എന്നറിയാൻ. അപ്പോഴാണ് നമ്മുടെ സത്യം മാഷിൻ്റെ ഫ്രണ്ടിലേക്ക് വിടുന്നത്. ആഹാ, നിഹാര എന്ന പൊന്മുട്ടയെടുത്ത് താറാവിനെ തേടി നടക്കുകയാണോ? അവൾ വന്നിട്ടില്ല അല്ല ടീച്ചറേ? അവൾ വന്നില്ല, സത്യം മാഷ് വരികയും ചെയ്തു. എങ്ങനെയുണ്ട്? അവൾ ഇരട്ടത്തായി, ഞാൻ വെളിച്ചെത്തുവായി. എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? അപ്പത്തേനും സത്യം മാഷിൻ്റെ കോളറിന് കയറി പിടിക്കുകയാണ് മീനു. വിടാനല്ലേ പറഞ്ഞത് എന്ന് ചോദിച്ചു. കൈ വിടിച്ചു. നിങ്ങൾ എന്തേ കാണിക്കുന്നത് എന്ന് ചോദിച്ചോ. തനിക്കെന്താ ഭ്രാന്തായോ? താൻ എന്തൊക്കെയാ? ഇത് സ്കൂളാണ്, താനൊരു ടീച്ചറും. അതെ, കുട്ടികൾ കണ്ടാൽ എന്ത് കരുതും? ഇതൊരു സ്കൂളാണെന്ന് തനിക്കുണ്ടായിരുന്നോ ബോധം? അയ്യോ, എപ്പം മുതലാ താൻ കുട്ടികളെ ഭയന്ന് തുടങ്ങിയത്? ഒന്ന് പറഞ്ഞേ. ആർക്കു ഭയം? ഞാൻ അകത്തേക്കൊന്ന് കയറിയതല്ലേ ഉള്ളൂ. വെറുതെ ഒരു സീനുണ്ടാക്കണ്ടെന്ന് കരുതി പറഞ്ഞതാ ടീച്ചറെ. വിജയിച്ചു എന്ന് കരുതുന്നുണ്ടോ താൻ? ഉറപ്പായിട്ടും കരുതുന്നുണ്ട്. വിജയിച്ചത് കൊണ്ടാണല്ലോ തല ഉയർത്തി മല പോലെ വന്ന് നിൽക്കുന്നത്. ഇല്ലെങ്കിൽ ഞാൻ ജയിലിൽ കിടക്കുകയല്ലേ മീനു ടീച്ചറെ. ഈ തോറ്റത് ഇപ്പം താനാ, മനസ്സിലായോ? എന്നെ ജയിലിലടയ്ക്കാമെന്ന് കരുതിയ നിനക്ക് തെറ്റി. നീ എങ്ങനെ പുറത്തിറങ്ങിയെന്ന് എനിക്കറിയാം. പക്ഷേ നീ ആ സന്തോഷം അധികം നാളുണ്ടാവില്ല സത്യം മാഷേ. അയ്യോ, ഞാൻ ആ കുട്ടിയെ ഉപദ്രവിച്ചിട്ടുണ്ട്, അത് സത്യം തന്നെയാ. എന്നിട്ടും എനിക്ക് ഒരു ശിക്ഷയും കിട്ടിയിട്ടില്ല. എങ്ങനെയുണ്ട്? ഞാൻ ചില്ലറക്കാരനല്ലാന്ന് നിനക്ക് മനസ്സിലായില്ലേ? എന്നിട്ടും നീ എന്തിനാ ഇങ്ങനെ വെല്ലുവിളിക്കുന്നത്? എൻ്റെ സ്വഭാവത്തിന് ഒരു മാറ്റം ഉണ്ടാവില്ല. കുട്ടികളെ മാത്രമല്ല കേട്ടോ, തന്നെയും ഞാൻ വെറുതെ വിടില്ല. സത്യം പറയട്ടെ എന്ന് പറഞ്ഞ ഒരു വൃത്തികെട്ടൊരു നോട്ടം. അതെ, ഭാഗ്യവാനാട്ടോ അർജുൻ. ഒന്നും നോക്കിയില്ല, മീനുക്കാരണക്കുറ്റി പോച്ച ഒരൊറ്റ അടി അങ്ങ് വെച്ച് കൊടുത്തു. അപ്പോൾ കുട്ടികളെല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ട് നോക്കി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കും ഇഷ്ടപ്പെട്ടു. അടിപൊളി എന്നുള്ള രീതിയിൽ അവരിങ്ങനെ കാണിക്കുകയാണ്. അപ്പോൾ ടീച്ചർ അടിപൊളി സൂപ്പർ, ദേ നോക്ക്, ആ കുട്ടികൾ പോലും തന്നെ തല്ലാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇനി എന്നോടോ കുട്ടികളോടോ ഇങ്ങനെ പെരുമാറിയ തൻ്റെ അണപ്പല്ല് താഴെ ഇടും. മനസ്സിലായോ? സൂക്ഷിച്ച് പെരുമാറുന്നത് നല്ലത്. തൽക്കാലം താൻ വിജയിച്ചിരിക്കാം, പക്ഷേ തോറ്റിരിക്കും. ഈ കേസ് കുത്തിപ്പൊക്കി ഞാൻ ജയിലിലാക്കും. ഞാൻ കുറച്ച് സമയം വേണ്ടി വന്നേക്കാം, എന്നാലും സത്യം ജയിക്കും.
അതിന് കേസ് കുത്തിപ്പൊക്കാൻ കഴിയണ്ടേ? കുട്ടിയും രക്ഷകർത്താക്കളും എൻ്റെ വലയിലുള്ളിടത്തോളം കാലം തനിക്ക് ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. പക്ഷേ ഞാൻ ചെയ്യും. നീ കാത്തിരുന്നോ? ഇനി അനുഭവിക്കാൻ പോണത് താനാ. ഞാൻ നേരിട്ട അപമാനത്തിന് പകരം എനിക്കെന്തെങ്കിലും ചെയ്തല്ലേ പറ്റൂ മീനു ടീച്ചറെ. താൻ ചെയ്യും. ഇപ്പം കിട്ടിയ അടിയുണ്ടല്ലോ, അത് മറക്കരുത്. വീണ്ടും വാങ്ങിച്ച് കൂട്ടരുത് കേട്ടോ. അത് ഓർമ്മയിലിരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ സത്യം വാങ്ങിച്ചതും കൊണ്ട് അങ്ങ് പോവാണ്. മീനു ടീച്ചർ അകത്തേക്കും പോയി. പിന്നെ കാണുന്നത് മീനുവിനെ വീട്ടിലാണ്. അപ്പോൾ അർജുൻ എത്തി. താൻ എത്തിയിട്ട് കുറേ നേരമായോടോ? എന്താ, ഞാൻ തന്നെ വിളിച്ചിരുന്നു, പക്ഷെ കിട്ടിയില്ല. സോറി മീനു, ബൈക്ക് വർക്ക്ഷോപ്പിൽ നിന്ന് കിട്ടാനായിട്ട് ഇത്തിരി താമസിച്ചു. അതാ കൂട്ടാൻ വരാഞ്ഞത്. സാരമില്ല, വരാഞ്ഞത് എന്താണെങ്കിലും നന്നായി. അവൻ്റെ മുഖം കാണേണ്ടി വന്നില്ലല്ലോ. ആരുടെ കാര്യമാണ് നീ പറയണത്? സത്യമാഷ്, അയാൾ ജോലിയിൽ പ്രവേശിച്ചു. അതുകൊണ്ടാ ഇന്ന് അയാൾ സ്കൂളിൽ വന്നിരുന്നോ? പുറത്തിറങ്ങാനോ? എന്താ മീനു പറയുന്നത്? പോക്സോ നിയമപ്രകാരമല്ലേ കേസ് എടുത്തിരിക്കുന്നത്? അല്ല, അപ്പോൾ നീ എങ്ങനെയാണ് അങ്ങനെ കേസ് ഒതുക്കി തീർക്കാൻ പറ്റുക? കുട്ടിയെ കൊണ്ട് മൊഴി മാറ്റി പറയിപ്പിച്ചു. അതുകൊണ്ടാണ് കുട്ടിയുടെ രക്ഷിതാക്കൾ വലിയൊരു തുക സത്യം മാഷിൽ നിന്ന് കൈപ്പറ്റി. അതോടെ കേസ് തേഞ്ഞു മാഞ്ഞു. കാശ് കിട്ടിയപ്പോൾ അവരെല്ലാവരും മറന്നുപോയി. അവരെ പറഞ്ഞിട്ടും കാര്യമില്ല മീനു. കാശ് മാത്രമല്ല, ഭീഷണിയുണ്ടാവും. പേടിച്ചിട്ട് കൂടിയും കൂടി അവർ വഴങ്ങിപ്പോയതായിരിക്കും. ഇത്രയും വലിയൊരു തെറ്റ് ചെയ്തിട്ടും ഒന്നും സംഭവിച്ചില്ല അയാൾക്ക്. അതോർക്കുമ്പോഴാണ് ഒരു നിമിഷം കൊണ്ട് ആ കേസ് തേച്ച് മാച്ച് കളഞ്ഞു പോയി. ഇനി ഞാൻ എന്താ ചെയ്യുക അർജുൻ? അവൻ ഇനിയും തെറ്റ് ആവർത്തിക്കും. ഇന്ന് നിഹാരിയാണെങ്കിൽ നാളെ വേറൊരു കുട്ടിയായിരിക്കും ഉറപ്പായിട്ടും. അവനെ പൂട്ടിയേ പറ്റൂ അർജുൻ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മീനു? ആ കുട്ടിക്കും ആ കുട്ടിയുടെ രക്ഷിതാക്കൾക്കും പരാതിയില്ലല്ലോ. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? അതുകൊണ്ട് തന്നെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ചെയ്തതൊക്കെ വെറുതെയായി. ആ രംഗങ്ങൾ ഓർക്കാത്ത ദിവസങ്ങളില്ല. മനസ്സിൽ നിന്ന് പോകുന്നില്ല എനിക്കത്. ഒരു കുഞ്ഞിനോട് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും അവൻ ഒരു കൂസലുമില്ലാതെ നടക്കുന്നു എന്ന് ഓർക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റണില്ല. ആ കുട്ടികൾ സമ്മർദ്ദം ചെലുത്തി കാണും, ഭയപ്പെടുത്തി കാണും. അതായിരിക്കും അവളും മൊഴി മാറ്റി പറഞ്ഞത്. രക്ഷിതാക്കൾ പറയുമ്പോൾ അനുസരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അല്ല, വല്ലാത്തൊരു ഷോക്കായിപ്പോയി എനിക്കിത്. എനിക്ക് ഓർക്കാൻ പറ്റണില്ല. എന്നെ നോക്കി അവൻ്റെ വിജയഭാവത്തിലൊരു ചിരി ഉണ്ടായിരുന്നു. തോറ്റുപോയല്ലോ അർജുൻ ഞാൻ. അങ്ങനെയൊന്നും നോക്കേ വേണ്ട. നിനക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നീ ചെയ്തല്ലോ. അത് മാത്രത്തെക്കുറിച്ച് ഓർത്താൽ മതി. വേറെ ഒന്നും നീ ഓർക്കണ്ട. അത് വിട്ടുകള മീനു. നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? അതേക്കുറിച്ച് ഓർത്ത് നീ വിഷമിക്കണ്ട. വിജയം എത്ര ആണെങ്കിലും താൽക്കാലികമാണ്. കാലം അവനെ ശിക്ഷിക്കുക തന്നെ ചെയ്യും. കുറച്ച് കഴിയട്ടെ, നമുക്കത് കാണുക തന്നെ ചെയ്യാം. നീ ധൈര്യമായിട്ടിരിക്കുക. നീ അവനുമായിട്ടിന്ന് സംസാരിച്ചിരുന്നോ? സംസാരിച്ചിരുന്നു. പിന്നെ ഒരു വെല്ലുവിളിയുടെ സ്വരം അവൻ്റെ ആ വാക്കുകളിലുണ്ടായിരുന്നു. ഉണ്ടാവുമല്ലോ. ആ ക്രിമിനൽ ഉറപ്പായിട്ടും നിന്നെ പ്രതികാരം ചെയ്യാനുണ്ടാവും. ആ സ്കൂളിൽ തന്നെ ഉണ്ടാവും. നീ ശ്രദ്ധിക്കണം മീനു. എൻ്റെ ഒരു കണ്ണ് അവനിൽ തന്നെ ഉണ്ടാവും അർജുൻ. അത് എന്നെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല, എൻ്റെ കുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. തൊടാൻ സമ്മതിക്കില്ല. ഇനി ഒരു കുട്ടിയെയും അവൻ തൊടാൻ സമ്മതിക്കില്ല. തൊട്ടാൽ ആ കൈ ഞാൻ വെട്ടും എന്ന് പറഞ്ഞ് മീനു ടീച്ചർ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഭയങ്കര ആത്മവിശ്വാസത്തിലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സത്യം മാഷ് അഞ്ജലിയെ കാണാൻ നന്ദി പറയാനും എത്തിയിരിക്കുകയാണ്. ഭയങ്കര സന്തോഷത്തിലാണ് ആൾ. അഞ്ജലി, നിന്നോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. വർഷങ്ങളോളം ജയിലിൽ കിടക്കേണ്ട കേസായിരുന്നു. അത് ഞാൻ ഉറപ്പിച്ചതായിരുന്നു. പക്ഷേ നീ എന്നെ പുറത്തിറക്കി. എപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല അഞ്ജലി. മൊത്തം എത്ര കാശ് ചിലവായെന്ന് അറിയോ മാഷിന്? അത് തരണോട്ടോ? തരും. അത് ഞാൻ അഞ്ജലിക്ക് തന്നിരിക്കും. എനിക്കിത്തിരി സാവകാശം മാത്രം തരണമെന്നേ ഉള്ളൂ. നിഹരയുടെ അച്ഛനും അമ്മയ്ക്കും മാത്രം കൊടുത്ത കാശല്ല, വേറെയും കുറച്ച് കാശ് ചിലവായിട്ടുണ്ട്. എന്താണെങ്കിലും കാശ് കൊടുത്ത ചില പഴുതുകളൊക്കെ ഞാൻ അടച്ചു കളഞ്ഞത്, താങ്കളെ രക്ഷപ്പെടുത്തിയത്. അതിൻ്റെ കണക്ക് വേറെയുണ്ട്. എത്രയും പെട്ടെന്ന് ഞാൻ തരാം അഞ്ജലി. അതിൻ്റെ ചിലവാക്കിയ കാശ് എന്താണെങ്കിലും താങ്കൾ തരണ്ട. പിന്നെ താൻ എൻ്റെ കൂടെ നിൽക്കണം. അത് മതി എനിക്ക് എന്ന് പറഞ്ഞു. അത് ഞാൻ ഏറ്റു. പിന്നെ നമ്മുടെ രണ്ടുപേരുടെയും പൊതുശത്രു എന്ന് പറയുന്നത് മീനുവാണ്. അതെ, അവളെൻ്റെ എല്ലാമായിരുന്ന അർജുനെ തട്ടിയെടുത്തു. ക്ഷമിക്കില്ല ഞാൻ. എന്നിൽ നിന്ന് അവനെ അകറ്റി. അവളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി അവളെന്നെ തല്ലി, എന്നെ അപമാനിച്ച് ഇറക്കി വിട്ടു. അറിയോ, എനിക്കതൊന്നും സഹിക്കാൻ പറ്റണില്ല. അതിൻ്റെ നീറ്റിൽ ഇപ്പോഴും മാറിയിട്ടില്ല മാഷേ. എനിക്കറിയാം അഞ്ജലി എന്ന് പറഞ്ഞു. ആരും അറിയാതെ പോകുമായിരുന്ന ഒരു വിഷയം അവൾ കുത്തിപ്പൊക്കി. എന്നിട്ട് എന്നെ ജയിലിലടച്ചു. എൻ്റെ കുടുംബത്തിന് പോലും അപമാനിച്ചു. എൻ്റെ കുടുംബം പോലും എന്നെ വേണ്ടാതായി.
ഞാൻ വെറുത്തു, എല്ലാവരും എന്നെ വെറുത്ത് പുറത്താക്കി. എല്ലാത്തിനും കാരണം ആ മീനുവാ. നമ്മളെയൊക്കെ ഇരുത്തി അവളങ്ങനെ സന്തോഷിച്ച് കഴിയണ്ട. അതിന് ഈ കിട്ടിയതിന് പകരമായിട്ട് തിരിച്ചു പണി കൊടുക്കണ്ടേ സത്യമാഷേ? വേണം, തീർച്ചയായിട്ട്. ആദ്യം അവളുടെ ജോലി കളയുക, അതാണ്. അത് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ശേഷം എന്ത് വേണമെന്ന് അഞ്ജലി പറഞ്ഞാൽ മതി. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാം. എന്താ താങ്കളുടെ പ്ലാൻ? സ്കൂളിൽ തെമ്മാടിയായ ഒരു കുട്ടിയുണ്ട്, അബി പേര്. അവനാണെങ്കിലോ അവന് മീനു ടീച്ചറിനോട് അത്യാവശ്യം ദേഷ്യമുള്ള കൂട്ടത്തിലാണ്. അവനെ മുന്നിൽ നിർത്തി മീനു ടീച്ചറിന് കൊടുക്കേണ്ടത് ഞാൻ കൊടുത്തോളാം, ബാക്കിയൊക്കെ നമുക്ക് വഴിയെ കാണാം എന്ന് പറഞ്ഞ് ഇവർ കണക്ക് കൂട്ടി നിൽക്കുകയാണ്. അപ്പം മീനു ഇതേ പോകാനായിട്ട് ഇറങ്ങി. അർജുൻ എന്ന് വിളിച്ചപ്പം ഒരു 2 മിനിറ്റ് എന്ന് പറഞ്ഞ് അർജുൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് നമ്മുടെ കാഞ്ചനയും പ്രഭയും കൂടെ പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. പിന്നെ പറയണ്ടല്ലോ. ആഹാ, നോക്കിയപ്പോഴത്തേനും എന്ത് പറ്റി? അല്ല, സത്യത്തിൽ എന്താ മോളെ ശബ്ദത്തിനൊരു ഇടർച്ച? പേടി കാണുമല്ലോ അമ്മേ. സത്യം മാഷ് പുറത്തിറങ്ങിയില്ലേ? അല്ലെങ്കിൽ പിന്നെ സ്കൂളിൽ പോകാൻ ഭയങ്കര ഉത്സാഹമായിരുന്നു. ഇന്ന് പക്ഷേ ആ ഉത്സാഹമില്ല. ഇതിപ്പം മടി പിടിച്ച പിള്ളേരെ പോലെ ഉണ്ട്. എന്താ അവസ്ഥ? അവൻ നിന്നെ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ പ്രശ്നം എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ല, വലിയ ആളാവാൻ വേണ്ടി സത്യം മാഷിനെ ജയിലിൽ കയറ്റിയതല്ലേ? അയാൾ നിന്നെ വെറുതെ വിടുവോ? വെറുതെ വിടുകയോ വിടാതിരിക്കുകയോ ചെയ്യട്ടെ, അതിനിപ്പം നിങ്ങൾക്കെന്താ വേണ്ടത്? അതാ എനിക്ക് മനസ്സിലാവാത്തത്. എനക്കെന്തെങ്കിലും പറ്റിയാലേ എൻ്റെ മോൻ തലതല്ലി ചാവില്ലേ? അതാ സങ്കടം. അയാൾ ജയിലിൽ പോയപ്പോൾ നിങ്ങളെന്താ പറഞ്ഞത് ഓർക്കുന്നില്ലേ? അയാളുടെ ആൾക്കാർ എൻ്റെ കഥ കഴിക്കുമെന്ന്. എന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചോ? ഒന്നും സംഭവിച്ചില്ല. അതുപോലെ തന്നെയാണ് ഇനിയുള്ള കാര്യങ്ങളും. ഇനിയും അങ്ങനെ തന്നെ സംഭവിക്കുകയുള്ളൂ. ഇനിയും ഒന്നും നടക്കാൻ പോണില്ല. ഇനി അവൻ നടത്താൻ നോക്കിയാൽ ചെറുക്കാനായിട്ട് ബുദ്ധിയും ശക്തിയും എനിക്കുണ്ട്. ഓ കൊള്ളാം. എൻ്റെ കൂടെ എൻ്റെ ഭർത്താവ് ഉള്ളിടത്തോളം കാലം എനിക്ക് ഒരു ഭയവും ഇല്ല. മനസ്സിലായോ? അവൻ എന്നാ നിൻ്റെ ഭർത്താവായത്? അവൻ എൻ്റെ മോനാ. ആയിക്കോട്ടെ, അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അപ്പോഴത്തേനും അതെ, അവനിവളെ എന്തെങ്കിലും ചെയ്യണമെന്നായിരിക്കും ആഗ്രഹം എന്ന് പറഞ്ഞ് അർജുൻ അങ്ങോട്ടേക്ക് എത്തി. അതെ, ആ ആഗ്രഹം എന്താണെങ്കിലും അത് നടക്കാൻ പോണില്ല കേട്ടോ അമ്മേ. മനസ്സിലായോ അമ്മയ്ക്ക്? പിന്നെ ഞാൻ ഇവളെ കൊണ്ടുപോകാൻ സ്കൂളിൽ പോകാൻ വിടുന്നുണ്ട്. അപ്പം പിന്നെ അയാളോട് ഞാൻ കാണുവാണെങ്കിൽ പറയാം, ഇവക്കെതിരെ പൊരുതാനായിട്ട് 2 ആയുധങ്ങൾ വീട്ടിലുണ്ടെന്ന് ഞാൻ അയാളോട് പറഞ്ഞേക്കാം. ഡാ എന്ന് വിളിച്ചു. നമ്മളെന്തിനാ ഇവരോട് സംസാരിച്ച് സമയം കളയണത്? അർജുൻ വാ എന്ന് പറഞ്ഞ് ഇവരെ നേരെ അങ്ങോട്ടേക്ക് പോയിട്ടോ. ശരിക്കും പറഞ്ഞാൽ അഞ്ജലി ഇവക്ക് പല പണി കൊടുക്കാൻ നോക്കി, ഒന്നും ഏറ്റില്ല. ഇവക്ക് അവളുടെ അഹങ്കാരത്തിനുള്ള ശിക്ഷ എന്താണെങ്കിലും സത്യമാഷ് തന്നെ ഇവക്ക് കൊടുത്തോളൂ അമ്മേ എന്ന് പറഞ്ഞാൽ ഇവരിങ്ങനെ ഭയങ്കര സങ്കടത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, പണി കൊടുത്തില്ലല്ലോ എന്നോർത്ത്. അപ്പോൾ മീനുവിനെയും കൂട്ടിക്കൊണ്ട് അർജുൻ അവിടേക്ക് എത്തി. എന്നാൽ ശരി എന്ന് പറഞ്ഞു. ബൈ. ക്ലാസ് എടുക്കുമ്പം അവിടെ തന്നെ ശ്രദ്ധിച്ച് നിന്നോണം കേട്ടോ. ജനലിലൂടെ എന്നെ തന്നെ നോക്കി നിൽക്കല്ലേ, കുട്ടികൾ കളിയാക്കും. അർജുൻ വീട്ടിൽ പോകണില്ലേ? ഇവിടെ തന്നെ നിൽക്കാൻ പോവാണോ? കുറച്ച് നാൾ ഞാനിവിടെ വേണം മീനോ. സത്യമാഷ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള പേടിയാണോ? പേടിയെന്ന് പറയല്ല, എനിക്ക് അവൻ്റെ 2 കൊടുക്കണമെന്നുള്ളതാ. നിന്നെ അവൻ ഉപദ്രവിച്ച ഒരു കാരണമാവുമല്ലോ കൊടുക്കാൻ. അതിനായിട്ട് നിൽക്കുക. എങ്കിൽ കേട്ടോ, അത് സൗകര്യം പോലെ എടുക്കാം, ഇവിടെ വെച്ച് വേണ്ട. പിന്നെ അത് നമുക്ക് പേര് ദോഷം ഉണ്ടാക്കും. അതുമാത്രമല്ല, എന്നെ ഉപദ്രവിച്ചാൽ ഞാൻ പറയുകയില്ല കേട്ടോ. ഞാൻ തന്നെ അതിന് പ്രതികാരം ചെയ്യുക തന്നെ ചെയ്യും. എങ്കിലും ആ കുട്ടി ഉപദ്രവിച്ചതിന് വെറുതെ വിടില്ല. തൽക്കാലം അർജുൻ ചെല്ല്. താൻ ശ്രദ്ധിക്കണം കേട്ടോ. ശ്രദ്ധിച്ചോളാം. ശരിക്കും തോറ്റവളായിട്ട് ചെല്ലുന്നതിനൊരു വിഷമമുണ്ട്. ഭയമില്ല, തോറ്റിട്ടൊന്നുമില്ല. സത്യം വൈകിയാണെങ്കിലും ജയിക്കും മീനു. ഏതായാലും ആ കുട്ടിക്ക് വേണ്ടിയിട്ട് ഒരു സമ്മാനം നമ്മൾ അവന് കൊടുത്തിരിക്കും മീനു, അതുറപ്പ് എന്ന് പറഞ്ഞു. അപ്പം മീനു അകത്തേക്ക് കയറിപ്പോയി. അപ്പോൾ സത്യമാഷ അബീനെ തിരഞ്ഞിടങ്ങുകയാണ്. അപ്പോഴാണ് ഒരുത്തൻ ഒരു കല്ലൊക്കെ ഓങ്ങിപ്പിടിച്ച് നിൽക്കുകയാണ്. അയ്യോ അബി, കല്ലെടുത്തെറിയല്ലേ, നീ കല്ല് താഴിടുമോനെ എന്ന് പറഞ്ഞു. മാഷ ഞാൻ ഒന്നും ചെയ്യില്ല, മാഷിങ്ങ് പോര് ധൈര്യമായിട്ട്. എന്തിനാ മോനെ എന്ന് ചോദിച്ചു. നീ എന്തിനാ ഈ കല്ല് ഓങ്ങിപ്പിടിച്ച് നിൽക്കണത്? ഇതെന്താടാ നിനക്ക് പറ്റിയത്? പ്രവീൺ മാഷ എൻ്റെ ചെവിക്ക് പിടിച്ചു. അയാളുടെ തല എറിഞ്ഞ് പൊട്ടിക്കാനായിട്ടാ. പ്രവീൺ മാസ്റ്റർ പാവല്ലേടാ, വിട്ടുകളയടാ. അതുപോലെയല്ല. അതൊന്നുമല്ല എന്ന് പറഞ്ഞു. മീനു ടീച്ചർ നിന്നെ എത്ര തവണ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്, എന്നിട്ട് എന്നും വഴക്ക് പറയാറില്ലേ? എന്നിട്ടെന്തേ നീ ടീച്ചർ ഒന്നും ചെയ്യാത്തത്? ചെയ്യണമെന്നുണ്ട് മാഷേ, പക്ഷേ അവസരം കിട്ടണ്ടേ, അതുകൊണ്ട് കാത്തിരിക്കാം. മാനു ടീച്ചറിൻ്റെ സാരിത്തുമ്പിൽ ഞാൻ തീ കൊളുത്തും. ഇപ്പം ചിരിച്ചിട്ട് അതൊന്നും നടക്കില്ലടാ, വിട്. നടക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു തരാം, നീങ്ങി വന്നേ എന്ന് പറഞ്ഞു. അപ്പോൾ ചോക്ലേറ്റ് കുറേ നീട്ടി കൊടുത്തു. ഇത് പെൺകുട്ടികളെ സാറ് വീഴ്ത്താൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ചോക്ലേറ്റ് അല്ലേ, ഇതെനിക്ക് വേണ്ട.
എന്നാൽ പിന്നെ ഇത് പിടി, ഇത് നിനക്കൊരു ടീഷർട്ടാ എന്ന് പറഞ്ഞു. അപ്പോൾ വേഗം സന്തോഷത്തോടെ വാങ്ങി. പിന്നെയൊന്നുമില്ലേ മാഷേ? ഉണ്ടല്ലോ, ഇതാ നിനക്കൊരു ബൂട്ട്സ് ഇല്ലാത്തതുകൊണ്ട് നീ കളിക്കുന്നില്ല എന്ന് കേട്ടു. 2500 രൂപയുണ്ട്. നിനക്ക് ഇഷ്ടമുള്ള ബൂട്ട്സ് നീ വാങ്ങണം കേട്ടോ. അത് നിനക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും നിനക്ക് ഞാൻ തരൂ കേട്ടോ. പക്ഷെ നീ എൻ്റെ കാര്യം നീ എന്നെ ഒന്ന് സഹായിക്കണം. മനസ്സിലായി? മീനു ടീച്ചറിന് പണി കൊടുക്കാനായിരിക്കും അല്ലേ? ടീച്ചറാണല്ലോ മാഷിൻ്റെ ശത്രു. മിടുക്കൻ, കാര്യങ്ങളൊക്കെ നിനക്കറിയാം, എല്ലാം മനസ്സിലാവുന്നുണ്ടല്ലേ? പറ മാഷേ, ഞാൻ എന്ത് ചെയ്യണം? പറയാം. ടീച്ചറിൽ നിന്ന് തല്ല് കിട്ടാനുള്ള എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം നീ ചെയ്തു കൂട്ടണം. മനസ്സിലായോ? മീനു നിന്നെ നീ അവിടെ ബോധം കെട്ട് വീഴണം. ഞാൻ നിന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കാം. പിന്നെ നടക്കാൻ പോകുന്ന പൂരം കണ്ടു തന്നെ അറിയണം. മനസ്സിലായോ? അവളെ സ്കൂളിൽ നിന്ന് പുറത്താക്കുന്നത് വരെ കാര്യങ്ങൾ എത്തിക്കും ഞാൻ. അത്രേ വേണ്ടൂ. സിമ്പിൾ. തല്ല് കൊള്ളാനുള്ള വിദ്യകളൊക്കെ എൻ്റെ കയ്യിലുണ്ട് മാഷേ. അതൊക്കെ നീ പുറത്തെടുക്കണം മോനെ. എന്നാൽ നീ ക്ലാസ്സിലേക്ക് ചെല്ല് എന്ന് പറഞ്ഞു. അപ്പം ഭയങ്കര സന്തോഷത്തിൽ അബി ഇതൊക്കെ വാങ്ങിച്ച് നേരെ ക്ലാസ്സിലേക്ക് പോയി. അപ്പം മീനു, നീ എന്നോട് ചെയ്തതിനൊക്കെ ചെറിയൊരു ശിക്ഷ നിനക്ക് ഞാനിപ്പോൾ തരുകയാണ്. ഇവിടം കൊണ്ട് തീരുമെന്ന് നീ കരുതണ്ട. നിനക്ക് തിരിച്ചടികളുടെ ഘോഷയാത്രയായിരിക്കും ഇനി. കരഞ്ഞ് കലങ്ങിയ കണ്ണുകളുമായിട്ട് അപമാനിതയായിട്ട് നീ ഈ പടി ഇറങ്ങുന്നത് എനിക്കൊന്ന് കാണണം മീനു എന്ന് പറഞ്ഞ സത്യം മാഷ് ഇങ്ങനെ വെല്ലുവിളിയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാനിടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.